ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമ്മളിന്ന് കുറേ MCQs ചാപ്റ്റർ 1 അതായത് മൊഡ്യൂൾ 1 ബേസ് ചെയ്തുകൊണ്ട് കുറേ MCQs ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അല്പം ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി അല്ലേ. പ്രത്യേകിച്ച് അത് ലോ ആണ് എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കുറേ MCQs ഇതുപോലുള്ള കുറേ MCQs നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എക്സാമിന് കൂടുതൽ ഓർത്തിരിക്കാൻ പറ്റും, എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ദി കറക്റ്റ് ഡെഫിനേഷൻ ഓഫ് എ കോൺട്രാക്ട് ആസ് പെർ ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം കോൺട്രാക്റ്റിൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ, അതായത് നിയമപ്രകാരം നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു എഗ്രിമെൻറ്റിനെയാണ് കോൺട്രാക്റ്റ് എന്ന് കോൺട്രാക്ട് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് ഓർത്തിരിക്കുക. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ കറക്റ്റ്? ഇത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ദി ഇയർ 1950. 1950 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിലവിൽ വന്നതായിട്ട് പറയുന്നു, അതല്ല അല്ലേ. കോൺട്രാക്ട് കൺസിസ്റ്റ് ഓഫ് ആൻ എഗ്രിമെൻറ്റ് ദാറ്റ് മസ്റ്റ് ബി എൻഫോഴ്സിബിൾ ബൈ ലോ. കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിയമപ്രകാരം അത് നടപ്പിലാക്കാൻ പറ്റുന്ന എഗ്രിമെൻറ്റിനാണ്, അത് കറക്റ്റ് ആണല്ലേ. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ് എന്നുള്ളതാണ് വരിക. ദെൻ എവറി എഗ്രിമെൻറ്റ് ഈസ് എ കോൺട്രാക്ട്, എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് ആണെന്ന് പറയുന്നു. ആൻ എഗ്രിമെൻറ്റ് ബിക്കംസ് എ കോൺട്രാക്ട് ഓൺലി വെൻ ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഒരു എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആവുന്ന എപ്പോൾ മാത്രമേ ഉള്ളൂ? അത് നിയമപ്രകാരം നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ മാത്രമാണല്ലേ. അപ്പോൾ ഇത് കറക്റ്റാണ്, ഇത് തെറ്റാണല്ലേ. അപ്പോൾ ഇവിടെ എ ഈസ് ഇൻകറക്റ്റ് ബട്ട് ആർ ഈസ് കറക്റ്റ് അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോവിങ് ആണ്. എഗ്രിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിങ് എ കൺഫെഡറേഷൻ ഫോർ ഈച്ച് അതർ ആണല്ലേ. കോൺട്രാക്ട് എന്ന് വെച്ചാൽ ലീഗൽ റിലേഷൻഷിപ്പ് എൻഫോഴ്സിബിൾ ബൈ ലോ ആണ്, നമ്മൾ പഠിച്ചു. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിലവിൽ വന്നത് 1872 തന്നെയാണല്ലേ. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് വരുന്നത് എ, അതായത് 1B 2A 3C എന്നാണ് അല്ലേ. The Indian Contract Act only covers general principles of contract and does not include any special contract. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട് മാത്രമല്ല സ്പെഷ്യൽ കോൺട്രാക്റ്റുകളും അതിലുണ്ടല്ലേ. ബെയിൽമെൻറ്റ് പോലുള്ള കാര്യങ്ങൾ, ഏജൻസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പോൾ സ്പെഷ്യൽ കോൺട്രാക്റ്റുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത് അല്ലേ, ഫോൾസ് ആണ്. ദെൻ വാട്ട് ഈസ് ദി ഫണ്ടമെൻ്റൽ റിക്വയർമെൻറ്റ് ഫോർ ആൻ എഗ്രിമെൻറ്റ് ടു ബിക്കം എ കോൺട്രാക്ട്? ഒരു കോൺട്രാക്റ്റ്, ഒരു എഗ്രിമെൻ്റ് ഒരു കോൺട്രാക്റ്റ് ആകണമെങ്കിൽ അത് ഇറ്റ് മസ്റ്റ് ബി എൻഫോഴ്സിബിൾ ബൈ ലോ അല്ലേ, നമ്മൾ ആദ്യം കണ്ട കാര്യമാണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? എ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബട്ട് എവറി എഗ്രിമെൻറ്റ് ഈസ് നോട്ട് നെസസറിലി എ കോൺട്രാക്ട്. കോൺട്രാക്റ്റ് ഒരു എഗ്രിമെൻ്റ് ആണ്, പക്ഷേ എല്ലാ എഗ്രിമെൻറ്റുകളും കോൺട്രാക്റ്റ് ആകണമെന്നില്ല അല്ലേ. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം അത് എൻഫോഴ്സിബിൾ ബൈ ലോ, എഗ്രിമെൻറ്റിനെ നമുക്ക് ലോ പ്രകാരം എൻഫോഴ്സ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അത് കോൺട്രാക്റ്റ് ആവുന്നുള്ളൂ അല്ലേ. An agreement becomes a contract only when it fulfills all conditions mentioned in the section 10 of Indian Contract Act. അതുകൂടാതെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ 10 പറയുന്ന പോലെ ഒരു കോൺട്രാക്റ്റിന് വേണ്ട സ്പെഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടല്ലേ, അതെല്ലാം പാലിച്ചെങ്കിൽ മാത്രമേ അത് കോൺട്രാക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. തന്നെ ലീഗലി എൻഫോഴ്സിബിൾ കോൺട്രാക്ട് മസ്റ്റ് ഹാവ് ലോഫുൾ കൺഫെഡറേഷൻ. ഒരു ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആയിരിക്കണമെങ്കിൽ അതിനൊരു ലോഫുൾ ആയിട്ടുള്ളൊരു കൺഫെഡറേഷൻ ഉണ്ടായിരിക്കണം അല്ലേ. നിയമപ്രകാരം ഒരു കൺഫെഡറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഒരു കാര്യം കൊടുക്കാൻ ഓഫർ ചെയ്യുമ്പോൾ തിരിച്ചിങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും ലഭിക്കുന്ന എന്തെങ്കിലും വേണം അല്ലേ. അങ്ങനെ തിരികെ കിട്ടുന്നതിനെ നമ്മൾ കൺഫെഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺഫെഡറേഷൻ നോർമലായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിലും കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കണം, ശരിയാണ്. ആൻ എഗ്രിമെൻറ്റ് വിത്തൗട്ട് ലോഫുൾ കൺഫെഡറേഷൻ ഈസ് വോയിഡ്. ഒരു എഗ്രിമെൻറ്റ് അത് കൺഫെഡറേഷൻ ഇല്ലാത്തൊരു എഗ്രിമെൻ്റ് ആണെങ്കിൽ അതൊരു വോയിഡ് എഗ്രിമെൻ്റ് ആണല്ലേ, അത് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ രണ്ടും കറക്റ്റാണ്. ബോത്ത് ആൻഡ് ആർ കറക്റ്റ് ആൻഡ് ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ള ആൻസർ കൊടുക്കാം. ദെൻ മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ നോക്കുക. കൺസെൻസസ് അഡേഡം, ഫ്രീ കൺസെൻറ്റ്, ലോഫുൾ ഒബ്ജക്റ്റ്, കോമ്പറ്റൻസി ടു കോൺട്രാക്റ്റ് അല്ലേ. ഇപ്പോൾ നോക്കുക, ഇവിടെ കൺസെൻസസ് അഡേഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പാർട്ടീസ് മസ്റ്റ് ബി ലീഗലി കേപ്പബിൾ ഓഫ് കോൺട്രാക്ടിങ്, പാർട്ടീസ് മസ്റ്റ് എഗ്രി ടു ദി സെയിം തിങ് ഇൻ ദി സെയിം സെൻസ് അല്ലേ. സെയിം സെൻസിൽ ഒരേ അർത്ഥത്തിൽ കാര്യങ്ങൾ എടുക്കണമെന്നുള്ളതാണ് കൺസെൻസസ് അഡേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വന്നിരിക്കുന്നത് നോക്കുക, ഫ്രീ കൺസെൻ്റ് ആണല്ലേ. ഫ്രീ കൺസെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് കൺസെൻറ്റ് ഷുഡ് നോട്ട് ബി ഒബ്റ്റൈൻഡ് ബൈ കൊയേഷൻ, ഫ്രോഡ് ഓർ അൺഡ്യൂ ഇൻഫ്ലുവൻസ് അല്ലേ. മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ തട്ടിപ്പിലൂടെയോ അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയോ ലഭിക്കാത്ത മറ്റ് കൺസെൻറ്റിനെയാണ് നമ്മൾ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫ്രീ കൺസെൻറ്റ് അത് കോൺട്രാക്റ്റിൽ അത്യന്താപേക്ഷിതമാണ്. അടുത്തത് ലോഫുൾ ഒബ്ജക്റ്റ്, ആൻ എഗ്രിമെൻറ്റ് ഷുഡ് നോട്ട് ബി ഇല്ലീഗൽ, ഇമ്മോറൽ ഓർ അഗൈൻസ്റ്റ് പബ്ലിക് പോളിസി അല്ലേ. അതായത് ഇത്തരത്തിലുള്ള എഗ്രിമെൻറ്റ് ഇല്ലീഗൽ അല്ലാത്തത്, ഇമ്മോറൽ അല്ലാത്തത്, എഗൈൻസ്റ്റ് പബ്ലിക് പോളിസി അല്ലാത്തതെല്ലാം എന്താണ്? ലോഫുൾ ഒബ്ജക്റ്റീവാണ്. കോമ്പിറ്റൻസി ടു കോൺട്രാക്റ്റ്, പാർട്ടീസ് മസ്റ്റ് ബി ലീഗലി കേപ്പബിൾ ഓഫ് കോൺട്രാക്റ്റിംഗ്. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ ലീഗലി കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ, അതിനുള്ള യോഗ്യതയുള്ളൂ, കോമ്പിറ്റൻസി ഉള്ളൂ അല്ലേ. അതായത് ലൂണാറ്റിക് ആയിട്ടുള്ളത്, മൈനർ ആയിട്ടുള്ള ആളുകൾക്കൊന്നും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കില്ല. Then if an agreement is vague and uncertain, it is still considered as a valid contract. ഒരു എഗ്രിമെൻറ്റ് വേഗ് ആണെങ്കിൽ, അവ്യക്തമാണെങ്കിൽ, കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, സംശയങ്ങളുള്ളതാണെങ്കിൽ, അൺസർട്ടൺ ആണെങ്കിൽ അത് വാലിഡ് കോൺട്രാക്റ്റ് ആയിരിക്കില്ല. ഈ സ്റ്റിൽ കൺസിഡേർഡ് വാലിഡ് കോൺട്രാക്റ്റ് എന്നാണ്.
വാലിഡ് കോൺട്രാക്റ്റ് കൺസിഡർ ചെയ്യുന്നതാണ്. അത് തെറ്റാണല്ലേ, തെറ്റായിട്ടുള്ള ആൻസറാണ്. ദെൻ വാട്ട് ഓഫ് ദ മെയിൻ ലീഗൽ പ്രിൻസിപ്പിൾ എസ്റ്റാബ്ലിഷ് ഇൻ ദ കേസ് ഓഫ് ബാൽഫോർ ആൻഡ് ബാൽഫോർ 1919 കേസിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ആ ഒരു കേസിലെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് അറേഞ്ച്മെൻറ്റ് ആർ ജനറലി നോട്ട് കൺസിഡേർഡ് കോൺട്രാക്ട്സ്. ഡൊമസ്റ്റിക് അറേഞ്ച്മെൻറ്റ്, അതായത് ഒരു ഫാമിലി റിലേഷൻഷിപ്പിലുള്ള ഹസ്ബൻഡും സ്പൗസും തമ്മിലുള്ള അത്തരത്തിലുള്ള അതൊന്നും കോൺട്രാക്റ്റുകളായിട്ട് കണക്ക് കൂട്ടാറില്ല എന്നുള്ളതാണ് അല്ലേ. ദെൻ വാട്ട് ഈസ് ദി ഫണ്ടമെൻ്റൽ റിക്വയർമെൻറ്റ് ഫോർ ആൻ എഗ്രിമെൻറ്റ് ടു ബിക്കം എ കോൺട്രാക്റ്റ്? ഒരു എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എൻഫോഴ്സ്ഫുൾ ബൈ ലോ അല്ലേ, അത് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് എ കോൺട്രാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബട്ട് എവരി എഗ്രിമെൻറ്റ് ഈസ് നോട്ട് നെസസറി എ കോൺട്രാക്റ്റ്? നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ. ഈ രണ്ട് കേസുകളും കൃത്യമായിട്ടുള്ള കാര്യമാണ്. എ ലീഗലി എൻഫോഴ്സിബിൾ കോൺട്രാക്ട് മസ്റ്റ് ഹാവ് ലോഫുൾ കൺസിഡറേഷൻ. ഒരു ലീഗലി എൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് ആണെങ്കിൽ ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, ശരിയാണ്. ആൻ എഗ്രിമെൻറ്റ് വിത്തൗട്ട് ലോഫുൾ കൺസിഡറേഷൻ ഈസ് വോയിഡ് അല്ലേ. അപ്പോൾ ഈ ബോത്ത് ആൻഡ് കറക്റ്റ് ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് തന്നെയാണ് അല്ലേ. ദെൻ മാച്ച് ദ ഫോളോയിങ് കോൺസെപ്റ്റ്, അത് നമ്മൾ പറഞ്ഞതാണ്. ഇഫ് ആൻ എഗ്രിമെൻറ്റ് വേഗ് ആൻഡ് അൺസർട്ടൺ നമ്മൾ പറഞ്ഞതാണ്. ഈ ഒരു കേസ് ഡൊമസ്റ്റിക് അറേഞ്ച്മെൻറ്റ് പറഞ്ഞതാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്? ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ് ഏതാണ് ഇതിൽ താഴെ പറയുന്നതിൽ അല്ലാത്തത് എന്നുള്ളതാണ്. അതിൽ നമുക്ക് ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. വാലിഡ് കോൺട്രാക്റ്റിൻ്റെ ഒരു എസെൻഷ്യലായിട്ടുള്ള എലമെൻറ്റ് തന്നെയാണ്. പ്രീ കൺസെൻറ്റ് ആയിരിക്കണം. ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ആയിരിക്കണം. എഗ്രിമെൻറ്റ് ഇൻ റൈറ്റിംഗ് ആയിരിക്കണം നിർബന്ധമില്ല അല്ലേ. എഴുതി തന്നെ വേണമെന്നില്ല കോൺട്രാക്റ്റ്, അത് ഓറലാകുന്നതിനും കുഴപ്പമില്ല അല്ലേ. അപ്പോൾ ഇതാണ് കോൺട്രാക്റ്റിൻ്റെ ഒരു എസെൻഷ്യൽ എലമെൻറ്റ് അല്ലാത്തത്. തന്നെ മൈനർ ക്യാൻ എൻ്റർ ഇൻ എ വാലിഡ് കോൺട്രാക്റ്റ് ഇഫ് ദേ ഹാവ് പേരൻ്റൽ കൺസെൻറ്റ്. പേരൻ്റൽ കൺസെൻറ്റ് മൈനേഴ്സിന് അവരുടെ പേരൻസിൻ്റെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാമെന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ്. എങ്കിലും അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് മൈനർ ഈസ് നോട്ട് കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ഒരു മൈനർ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി കോമ്പിറ്റൻ്റ് അല്ല, യോഗ്യതയുള്ളവരല്ല അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എ ഇൻകറക്റ്റ് ആണ്, ആർ ഈസ് കറക്റ്റ് അല്ലേ. ആർ പറയുന്ന ഈ റീസൺ മാത്രമാണ് കറക്റ്റായിട്ട് പറയാൻ പറ്റുക. ദെൻ മാച്ച് ദ ഫോളോവിങ് നോക്കുക. പ്രപ്പോസൽ, പ്രോമിസ്, എഗ്രിമെൻറ്റ്, കോൺട്രാക്റ്റ് അല്ലേ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പ്രപ്പോസൽ എന്ന് വെച്ചാൽ ഇതിൽ വില്ലിങ്നെസ് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ടു ഒബ്റ്റെയിൻ ദ അതർ പാർട്ടീസ് അസെൻറ്റ് അല്ലേ. മറ്റൊരാളുടെ ഒരു സമ്മതം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ താല്പര്യം അവരോട് വെളിപ്പെടുത്തുക. വില്ലിങ്നെസ് ടു ഡു ഓർ ഡു ടു സംതിങ് ടു ഒബ്റ്റെയിൻ ദ അതർ പാർട്ടീസ് അസെൻറ്റ് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ഓഫർ അങ്ങോട്ട് വയ്ക്കുക, അതിനെയാണ് പ്രപ്പോസൽ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ പ്രോമിസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോമിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ എ പ്രപ്പോസൽ ഈസ് അക്സെപ്റ്റഡ്. അപ്പോൾ ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടോ നമ്മൾ ചോദിക്കുന്നു, അത് പ്രപ്പോസലാണ്. ആ പ്രപ്പോസൽ മറ്റൊരാൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് പ്രോമിസായി മാറുന്നു അല്ലേ, അത് പ്രോമിസറായി മാറുന്നു. ദെൻ എഗ്രിമെൻറ്റ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിങ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. പരസ്പരം കൺസിഡറേഷനുള്ള പ്രോമിസുകളുടെ കൂട്ടത്തെ നമ്മൾ എഗ്രിമെൻ്റ് എന്നാണ് വിളിക്കുന്നത്. ദെൻ ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ലോ ആണ് കോൺട്രാക്ട് അല്ലേ, അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നേരെയാണ് വന്നിരിക്കുന്നത്. ആൻ എഗ്രിമെൻറ്റ് ബിക്കംസ് എ കോൺട്രാക്ട് വെൻ ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ, അത് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. ദെൻ നോക്കുക, ഇറ്റ് മീൻസ് ദാറ്റ് ബോത്ത് പാർട്ടീസ് മസ്റ്റ്, ഇവിടെ എന്താണ് കൺസെൻസസ് ഐറ്റത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ബോത്ത് പാർട്ടീസ് മസ്റ്റ് എഗ്രി ഓൺ ദി സെയിം തിങ് ഇൻ ദി സെയിം സെൻസ് അല്ലേ. ഒരേ അർത്ഥത്തിൽ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് രണ്ട് കൂട്ടർ മനസ്സിലാക്കിയിരിക്കണം, ശരിയാണ്. ഇഫ് ദർ ഇസ് നോ കൺസെൻസസ് അഡൈഡം എ വാലിഡ് കോൺട്രാക്ട് സ്റ്റിൽ എക്സിസ്റ്റ്. കൺസെൻസസ് അഡൈഡം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വാലിഡ് കോൺട്രാക്ട് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലേ. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. ആൻ എഗ്രിമെൻറ്റ് ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പെർഫോം ഈസ് വോയിഡ് അണ്ടർ ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ വോയിഡ് ആയിട്ടുള്ള ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, ആൻ എഗ്രിമെൻറ്റ് ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പെർഫോം, അതായത് പെർഫോം ചെയ്യാൻ വേണ്ടി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അതെന്താണ്, അതൊരു വോയിഡ് കോൺട്രാക്റ്റായിട്ട് കണക്കാക്കപ്പെടും അല്ലേ. അത് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രാക്റ്റ് ആയിരിക്കില്ല അല്ലേ. അപ്പോൾ ട്രൂ ആണ്, പറഞ്ഞ കാര്യം ട്രൂ ആണ് അല്ലേ. ദെൻ ആൻ എഗ്രിമെൻറ്റ് മെയ്ഡ് അണ്ടർ കൊയേഷൻ ഈസ് വോയിഡബിൾ. കൊയേഷൻ മുഖാന്തരം നമ്മൾക്ക് രണ്ടുപേരും തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, മറ്റൊരാൾ ഭീഷണിപ്പെടുത്തിയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിയെങ്കിൽ അത് വോയിഡബിൾ ആണ്. വോയിഡബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരാണോ അഗ്രീവ്ഡ് പാർട്ടി, ആരാണോ അങ്ങനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ കോൺട്രാക്റ്റിൽ ഒപ്പിടേണ്ടി വന്നത്, അയാൾക്ക് സമ്മതമാണെങ്കിൽ അയാൾക്ക് ആ കോൺട്രാക്റ്റ് നടപ്പിലാക്കാം അല്ലേ, അല്ലെങ്കിൽ അയാൾക്ക് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാക്റ്റാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. കൊയേഷൻ അഫക്ട്സ് ദ ഫ്രീ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസിൻ്റെ ഫ്രീ കൺസെൻറ്റിനെ, സ്വതന്ത്രമായിട്ടുള്ള കൺസെൻറ്റിനെ കൊയേഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ശരിയാണ്. അപ്പോൾ ബോത്ത് എ ആൻഡ് ആർ അല്ലേ, രണ്ടും കറക്റ്റാണ് അല്ലേ, രണ്ടും കറക്റ്റായിട്ടുള്ള കാര്യമാണ്. Then which of the following is not expressly declares are a void contract, void agreement under the Indian Contract Act? അപ്പോൾ ഇവിടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ഒരു വോയിഡ് എഗ്രിമെൻറ്റിൽ കറക്റ്റായിട്ട് ഡിക്ലെയർ ചെയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെ പെടുത്താത്ത താഴെ പറയുന്നതിൽ ഏത് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻ എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്, ഒരു കച്ചവടത്തെ തടയുന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റ്, അതെന്താണ്, അതൊരു വോയിഡ് എഗ്രിമെൻ്റ് ആണല്ലേ, ശരിയാണ്. വേജറിങ് എഗ്രിമെൻറ്റ്, ബെറ്റ് പോലുള്ള കാര്യങ്ങൾ അതെന്താണ്, അതും ശരിയാണ്, അതും വോയിഡാണ്.
ആൻ എഗ്രിമെൻറ്റ് ബേസ്ഡ് ഓൺ ലോഫുൾ കൺഫെഡറേഷൻ ബേസ് ചെയ്തുള്ള എഗ്രിമെൻറ്റ് എന്താണ്? അത് വോയിഡ് അല്ല അല്ലേ, അത് വാലിഡ് ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതാണ് താഴെ പറയുന്നതിൽ വോയിഡ് എഗ്രിമെൻറ്റിൽ പെടാത്തതെന്നുള്ളത് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആൻ എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ് അത് എന്താണ്? വോയിഡ് ആണ് അല്ലേ. ഒരാളുടെ വിവാഹത്തെ തടസ്സപ്പെടുന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റ് അതും ഏർപ്പെടാൻ വേണ്ടി സാധിക്കില്ല. അതെല്ലാം എന്താണ്? വോയിഡ് എഗ്രിമെൻ്റ് ആണ്. ഇതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്താണ്? വാലിഡ് എഗ്രിമെൻ്റ് ആയിട്ട് ഉള്ളൂ. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ജെഫിൻഡ്രം അല്ലേ. ജെഫിൻഡ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓണർഷിപ്പ് റൈറ്റ്സ് ഓവർ എ ഹൗസ് പ്രിവെൻറ്റിംഗ് അതേഴ്സ് ഫ്രം ട്രെസ്പാസിങ്. അപ്പം നമ്മൾ ഒരു ഉൽപ്പന്നം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് അതിലേക്ക് അതിക്രമിച്ച് കയറാനോ അത് ഉപയോഗിക്കാനോ കൈവശപ്പെടുത്താനോ സാധിക്കില്ല അല്ലേ. അതിനാണ് ജെഫിൻഡ്രം എന്ന് പറയുന്നത്. ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ് ബട്ട് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്സ്. നമ്മൾ ആ ചോദ്യം കണ്ടതാണല്ലേ. ആൻ എഗ്രിമെൻറ്റ് ബിക്കംസ് എ കോൺട്രാക്ട് ഓൺലി ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈ ദ എസെൻഷ്യൽ ലീഗൽ കണ്ടീഷൻസ്. ബോത്ത് രണ്ട് കാര്യങ്ങൾ ശരിയാണ്, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. വോയിഡ് കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് ദാറ്റ് വാസ് വാലിഡ് ബട്ട് ലേറ്റർ ബിക്കം വോയിഡ് അല്ലേ. അപ്പോൾ വോയിഡ് കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് നേരത്തെ വാലിഡ് ആയിരുന്നത് പിന്നീട് അത് വോയിഡ് ആകുന്നതിന് തടസ്സമില്ല. അതും വോയിഡ് കോൺട്രാക്റ്റിൻ്റെ കാറ്റഗറിയിൽ പെടുത്താം. വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ എഗ്രിമെൻറ്റ് എൻഫോഴ്സ്ഫുൾ ബൈ ലോ അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ പാർട്ടി. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ താല്പര്യപ്രകാരം നടപ്പിലാക്കാൻ പറ്റുന്ന കോൺട്രാക്റ്റാണ് വോയിഡബിൾ കോൺട്രാക്റ്റ്. ഇല്ലീഗൽ എഗ്രിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കുക. ഇല്ലീഗൽ എഗ്രിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് ആൻ എഗ്രിമെൻറ്റ് ദാറ്റ് ഈസ് നോട്ട് എൻഫോഴ്സ്ഫുൾ ബൈ ലോ ഫ്രം ദി ബിഗിനിങ്. നിയമപ്രകാരം നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത നിയമവിരുദ്ധമായിട്ടുള്ള എഗ്രിമെൻറ്റുകളെയാണ് ഇല്ലീഗൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അൺഎൻഫോഴ്സബിൾ കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ട് ദാറ്റ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ഡ്യൂ ടു ടെക്നിക്കൽ ഡിഫക്റ്റ് കാരണം, സാങ്കേതികമായിട്ടുള്ള എന്തെങ്കിലും തകരാറ് കാരണം നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത കോൺട്രാക്റ്റുകളെ നമുക്ക് അൺഎൻഫോഴ്സബിൾ കോൺട്രാക്ട് എന്ന് പറയാം. എ കോൺട്രാക്ട് ദാറ്റ് വാസ് ഇനീഷ്യലി വാലിഡ് ബട്ട് ലേറ്റർ ബിക്കംസ് അൺഎൻഫോഴ്സബിൾ ഡ്യൂ ടു ദി ചേഞ്ച് ഇൻ ലോ ഈസ് കോൾഡ്. അതായത് ഒരു കോൺട്രാക്റ്റ് അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടപ്പോൾ അത് വാലിഡായിരുന്നു, പിന്നീട് അത് നമുക്ക് അൺഎൻഫോഴ്സബിളായി അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പറ്റാത്തതായി ഡ്യൂ ടു ചേഞ്ച് ഇൻ ലോ, നിയമത്തിലുണ്ടായ ഒരു മാറ്റം കൊണ്ട് അത്തരം കോൺട്രാക്റ്റിനെ എന്ത് വിളിക്കും? അതിനെ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് തന്നെ വിളിക്കും അല്ലേ. വോയിഡ് കോൺട്രാക്റ്റ് തന്നെയാണ്. ദെൻ നോക്കുക. അൺലീഗൽ എഗ്രിമെൻറ്റ്സ് ആർ വോയിഡ് ബട്ട് നോട്ട് ഓൾ വോയിഡ് എഗ്രിമെൻറ്റ്സ് ആർ ഇല്ലീഗൽ. എല്ലാ ഇല്ലീഗൽ എഗ്രിമെൻറ്റുകളും വോയിഡാണ്, പക്ഷേ എല്ലാ വോയിഡ് എഗ്രിമെൻറ്റുകളും ഇല്ലീഗൽ അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. എ കൊളാട്രൽ എഗ്രിമെൻറ്റ് ടു ആൻ ഇല്ലീഗൽ കോൺട്രാക്ട് ഈസ് ഓൾസോ വോയിഡ്. ഒരു ഇല്ലീഗൽ കോൺട്രാക്റ്റ് ഉണ്ട്, അതിനോട് കൂടെയുള്ള സബായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ അതും എന്താണ്? വോയിഡ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്താണ്? രണ്ട് കാര്യങ്ങൾ ശരി തന്നെയാണ് അല്ലേ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. എ വോയിഡബിൾ കോൺട്രാക്ട് ഈസ് എൻഫോഴ്സ്ഫിൾ ബൈ ലോ അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ ഓഫ് ദി പാർട്ടീസ്. വോയിഡബിൾ കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ താല്പര്യപ്രകാരം നടപ്പിലാക്കാൻ പറ്റുന്ന കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ട്രൂ ആണ്. എ വോയിഡ് എഗ്രിമെൻറ്റ് ഹാസ് നോ ലീഗൽ എഫക്റ്റ് ഫ്രം ദി ബിഗിനിങ്. ഒരു വോയിഡ് എഗ്രിമെൻറ്റിന് ഫ്രം ദി ബിഗിനിങ് ലീഗൽ എഫക്റ്റുകളൊന്നുമില്ല അല്ലേ. കറക്റ്റായിട്ടുള്ള കാര്യമാണ്. എ കോൺട്രാക്ട് ബിക്കംസ് വോയിഡ് ഓൺലി ഇഫ് വൺ പാർട്ടി ചൂസസ് നോട്ട് ടു എൻഫോഴ്സ് ഇറ്റ്. ഒരു കോൺട്രാക്റ്റ് എപ്പോഴാണ് വോയിഡ് ആകുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും ഒരു പാർട്ടി അത് നടപ്പിലാക്കേണ്ട തീരുമാനിക്കുകയാണെങ്കിൽ അത് വോയിഡ് ആകുമെന്നുള്ളത്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ് അല്ലേ. വോയിഡ് കോൺട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദി ബിഗിനിങ് അത് വോയിഡ് ആണല്ലേ. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വോയിഡബിൾ കോൺട്രാക്റ്റ്. വോയിഡബിൾ കോൺട്രാക്റ്റിന് എക്സാമ്പിൾ എന്താണ്? എ കോൺട്രാക്ട് സൈൻഡ് അണ്ടർ കൊയേഷൻ മുഖാന്തരം അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ടെല്ലാം ഉണ്ടാകുന്ന ഒരു കോൺട്രാക്റ്റ് എന്താണ്? അത് വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. ആൻ എഗ്രിമെൻറ്റ് ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി സച്ച് ആസ് കോൺട്രാക്ട് ഫോർ സ്മഗ്ലിംഗ് ഗുഡ്സ്. അപ്പോൾ ഒരു പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ്, അതായത് ഗുഡ്സ് സ്മഗിൾ ചെയ്യുക, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ്? ഇല്ലീഗൽ എഗ്രിമെൻ്റ് ആണല്ലേ. ആൻഡ് ഇംപ്ലോയിഡ് കോൺട്രാക്ട് ഈസ് വൺ വെയർ ഇംപ്ലോയിഡ് കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേംസ് ആർ അണ്ടർസ്റ്റുഡ് ഫ്രം ദി കണ്ടക്ട് ഓഫ് പാർട്ടീസ്. അത് കൃത്യമായിട്ട് ഓറലായിട്ടോ അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടോ എഗ്രിമെൻറ്റിൽ അവർ ഏർപ്പെടില്ല, പക്ഷേ രണ്ട് പാർട്ടീസിൻ്റെയും പ്രവർത്തികളിലൂടെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതായിട്ട് മനസ്സിലാക്കാം. അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഇംപ്ലോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ബസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്നു, നിശ്ചിത സ്ഥലത്ത് നമ്മൾ ഇറക്കുന്നു അല്ലേ. ഇപ്പം ബസ് ഉടമയും അല്ലെങ്കിൽ ബസ്സിൽ ആ ഒരു ഉടമസ്ഥനും നമ്മൾ തമ്മിലൊരു ഇംപ്ലോയിഡ് കോൺട്രാക്റ്റ് ഉണ്ടെന്ന് പറയാം. എ ക്വാസി കോൺട്രാക്ട് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ദാറ്റ്. ക്വാസി കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ വൺ ഷുഡ് അൺജസ്റ്റ്ലി എൻറിച്ച് ദംസെൽസ് അറ്റ് അനദർ എക്സ്പെൻസ്. മറ്റൊരാളുടെ എക്സ്പെൻസ് കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നഷ്ടം വരുത്തിക്കൊണ്ട് നമ്മൾ റിച്ചാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എവിടെയെങ്കിലും ഒരു പേഴ്സോ മറ്റോ കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതെന്ത് കോൺട്രാക്റ്റാണ്? ക്വാസി കോൺട്രാക്റ്റാണ്. Then if both parties have fully performed their obligations under contract,
അപ്പോൾ രണ്ടുപേരും കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട രണ്ടുപേരും അവർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഫുള്ളി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ചെയ്ത് പൂർത്തിയായിട്ടുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എ കോൺട്രാക്ട് ഇൻ വിച്ച് ഓൺലി വൺ പാർട്ടി മേക്സ് എ പ്രോമിസ്, ഒരു കോൺട്രാക്റ്റിൽ ഒരു പാർട്ടി മാത്രമേ ഒരു പ്രോമിസ് നൽകുന്നുള്ളെങ്കിൽ അതിനെ യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയും. യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയും. എ കോൺട്രാക്ട് വെർ സംതിങ് റിമെയിൻസ് ടു ബി ഡൺ ബൈ വൺ ഓർ മോർ ബോത്ത് പാർട്ടീസ്, അതായത് ഒരു കോൺട്രാക്റ്റിൽ ഏതെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ടെങ്കിൽ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ രണ്ട് പാർട്ടിയോ ഒരുമിച്ചോ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇനിയും നടപ്പിലാക്കാൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. എക്സിക്യൂട്ടറി, അതായത് ഇനിയും നടപ്പിലാക്കേണ്ടതുണ്ടല്ലേ. മറ്റേ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നടപ്പിലാക്കി, അതാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ എന്താണ്, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് ആണ് അല്ലേ, അതായത് നടപ്പിലാക്കണം, അതിന് സമയമാവുന്നേ ഉള്ളൂ. എ ബൈലാറ്ററൽ കോൺട്രാക്ട് ഈസ് വൺ വെയർ, ബൈലാറ്ററൽ കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് പാർട്ടീസ് മേക്ക് പ്രോമിസ് ടു ഈച്ച് അതർ, രണ്ട് പാർട്ടീസും പരസ്പരം പ്രോമിസ് നൽകുന്നുണ്ടെങ്കിൽ അതിനെ ബൈലാറ്ററൽ കോൺട്രാക്ട് എന്നാണ് വിളിക്കുന്നത് അല്ലേ. അതിൽ ഒരു പാർട്ടീസ് മാത്രം ഉള്ളെങ്കിൽ നമ്മൾ ആദ്യം കണ്ടു എന്തായിരുന്നു, യൂണിലാറ്ററൽ കോൺട്രാക്ട്. Then which of the following statement is true regarding a contract under the seal? അപ്പോൾ കോൺട്രാക്ട് അണ്ടർ സീൽ അതുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന കാര്യങ്ങളിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ വാലിഡ് ഈവൻ വിതൗട്ട് കൺസിഡറേഷൻ, അതായത് കൺസിഡറേഷൻ എല്ലാ കോൺട്രാക്റ്റിനും കൺസിഡറേഷൻ നമ്മൾ വേണമെന്ന് പറയും, പക്ഷേ കൺസിഡറേഷൻ ഇല്ലാതെയും നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റും. അതിന് നിയമപരമായിട്ടുള്ള ചില എക്സെപ്ഷൻസ് ഉണ്ട്, അതിലൊരെണ്ണമാണ് കോൺട്രാക്ട്സ് അണ്ടർ സീൽ അല്ലേ. Then a contract formed when customer takes goods to the billing counter and pays is an example. ഒരാൾ ഒരു ഗുഡ്സ് എടുത്തു, ബില്ലിംഗ് കൗണ്ടറിൽ പോയി പേയ്മെൻറ്റ് കൊടുക്കുന്നു, അത് കോൺട്രാക്റ്റ് എന്താണ്, അത് എക്സിക്യൂട്ടർ കോൺട്രാക്റ്റ് ആണല്ലേ. അയാൾക്ക് ഗുഡ്സ് കിട്ടി, അയാൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തു, അപ്പോൾ പൂർത്തിയായിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ്. Then which of the following is not a type of contract? അതാണ് പറയുന്നത് കോൺട്രാക്റ്റ് അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഉണ്ട്, ഇംപ്ലോയിഡ് കോൺട്രാക്റ്റ് ഉണ്ട്, ക്വാസി കോൺട്രാക്റ്റ് ഉണ്ട്, ശരിയാണ്. അൺഎൻഫോഴ്സബിൾ കോൺട്രാക്റ്റ് ഇല്ല അല്ലേ, അൺഎൻഫോഴ്സബിൾ ആയിട്ടുള്ള കോൺട്രാക്റ്റ് ഇല്ല. ബാക്കിയെല്ലാം കോൺട്രാക്റ്റിൻ്റെ വിവിധ ക്ലാസിഫിക്കേഷനിൽ പെടുന്നതാണ്. എ റെക്കഗ്നൈസൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് കോൺട്രാക്ട്. റെക്കഗ്നൈസൻസ് എന്ന് വെച്ചാൽ ഏത് കോൺട്രാക്റ്റിന് എക്സാമ്പിളാണ്, അത് കോൺട്രാക്ട് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ, ഒരു കോൺട്രാക്റ്റിന് എക്സാമ്പിളാണ് അല്ലേ. Then a contract in which the promise of one party is dependent on the performance of another is known as. ഇപ്പോൾ ഒരാൾ ഒരു പ്രോമിസ് നടപ്പിലാക്കുന്നത് മറ്റൊരാളുടെ പെർഫോമൻസിലാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യുമ്പോഴാണെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റിന് പറയുന്ന പേര് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത് അല്ലേ. അതിന് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയും. കോൺട്രാക്ട് ഇൻ വിച്ച് ദ പ്രോമിസ് ഓഫ് വൺ പാർട്ടി ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി പെർഫോമൻസ് ഓഫ് അനദർ. മറ്റൊരാൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തെങ്കിൽ ഇയാൾ പ്രോമിസ് പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യാമെന്നുള്ള രീതിയിലുള്ള കോൺട്രാക്റ്റ് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. എ പേഴ്സൺ ഹൂ ഫൈൻസ് ലോസ്റ്റ് ഗുഡ്സ് ആൻഡ് ഈസ് ലീഗലി ബൗണ്ട് ടു റിട്ടേൺ ദം ടു ദി ഓണർ ഈസ് കോൾഡ്. നഷ്ടപ്പെട്ട ഒരു ഗുഡ്സ്, വഴി കിടന്ന് കിട്ടിയ ഒരു ഗുഡ്സ് അത് ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു കോൺട്രാക്റ്റ് എന്താണ്, ക്വാസി കോൺട്രാക്റ്റ് ആണല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞു. ഇഫ് എ പേഴ്സൺ പ്രിപ്പയർസ് ആൻ ഓഫർ ലെറ്റർ ബട്ട് ഡസ് നോട്ട് സെൻഡ് ഇറ്റ് ദ ഓഫർ ഈസ്. നമ്മൾ ഒരാൾ ഒരു ഓഫർ ലെറ്റർ തയ്യാറാക്കുന്നു, ഓഫർ കൊടുക്കാൻ വേണ്ടി ലെറ്റർ തയ്യാറാക്കുന്നു, പക്ഷേ അത് അയച്ചിട്ടില്ല. അപ്പോൾ അയച്ചിട്ടില്ല എങ്കിൽ എന്താണ്, ഇൻവാലിഡ്, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് കമ്മ്യൂണിക്കേറ്റഡ് അല്ലേ. നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, മറ്റൊരാൾ കൊടുക്കാത്തതുകൊണ്ട് അത് ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ഓഫറാണ്. ആൻഡ് ഓഫർ മസ്റ്റ് ബി ക്ലിയർ ആൻഡ് ഡെഫിനിറ്റ് വിച്ച് കേസ് സപ്പോർട്ട്സ് ദിസ് പ്രിൻസിപ്പിൾ. ഓഫർ ക്ലിയർ ആയിരിക്കണം, അത് ഡെഫിനിറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ് ആ ഒരു കേസിൻ്റെ കാര്യം ചോദിച്ചിരിക്കുന്നത് ഹാർബി വേഴ്സസ് ഫേസി ആണല്ലേ. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ ആൻഡ് നോട്ട് ആൻ ആക്ച്വൽ ഓഫർ. ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് അറിയപ്പെടുന്ന ഏതാണ്, അതായത് ആക്ച്വൽ ഓഫർ ആയിട്ട് തന്നെ കരുതാൻ പറ്റില്ല, ഇൻവിറ്റേഷൻ ടു ഓഫർ മാത്രമാണ് അല്ലേ. എ സെല്ലർ ഡിസ്പ്ലേയിങ് ഗുഡ്സ് ഇൻ എ ഷോപ്പ്, ഒരു ഷോപ്പിൽ അയാൾ ഗുഡ്സ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇൻവിറ്റേഷൻ ടു ഓഫർ മാത്രമാണ്. ദെൻ വാട്ട് ഹാപ്പൻസ് ഇഫ് ആൻ ഓഫർ ഈസ് നോട്ട് അക്സെപ്റ്റഡ് വിത്തിൻ ദി സ്പെസിഫൈഡ് ടൈം. നിശ്ചിത സമയത്തുള്ളിൽ ഓഫർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ ഓഫർ എന്ത് സംഭവിക്കും, ഓഫർ ലാപ്സ് ആയി പോകും അല്ലേ. ആ ഓഫർ പിന്നീട് നിയമപരമായിട്ടുള്ള അവർ നിലനിൽപ്പുണ്ടായിരിക്കില്ല, അത് ലാപ്സായി പോകുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ 50 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇനി ഒരു 50 ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഈ മൊഡ്യൂളിൽ, 50 ക്വസ്റ്റ്യൻ അല്ല, കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് പരമാവധി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു.